എന്നെ നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. മാത്രമല്ല, നിങ്ങൾക്കെന്നെ എപ്പോ കാണണമെങ്കിലും ഞാൻ പറഞ്ഞു തന്ന മന്ത്രം ചൊല്ലിയാൽ മതി കേട്ടോ. ഉടൻ തന്നെ ഞാൻ എത്തും. എന്താ, അതുപോലെ? മന്ത്രം മറക്കരുത് കേട്ടോ. ശരി ശരി കുട്ടിച്ചാത്ത, ഇനി നമുക്ക് ആ പാച്ചുവിനെ ഒരു പാഠം പഠിപ്പിക്കണം. അത് കഴിഞ്ഞ് പ്രൊഫസർ ബഗ്ഗയുടെ കാര്യം നോക്കേണ്ടതുള്ളൂ. എങ്കിൽ കുട്ടിച്ചാത്ത, നമുക്കാദ്യം അങ്ങോട്ട് പോയാലോ? തീർച്ചയായും, നമുക്ക് പാച്ചുവിന്റെ അടുത്തേക്ക് പോകാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? എന്നെ ബഗ്ഗയുടെ കയ്യിൽ നിന്നും രക്ഷിച്ച നിങ്ങൾക്ക് ഞാനൊരു വിരുന്ന് തരണ്ടേ? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ തിന്നാൻ കൊതി തന്നെയാണ്. പക്ഷേ കെമിക്കലും മായവും ചേർത്ത ഒരു ഭക്ഷണവും ഞങ്ങൾ കഴിക്കാറില്ല. നല്ല ശുദ്ധമായ ഐസ്ക്രീമും ചോക്ലേറ്റും തരാമോ? ശരിയാണ്. ഇപ്പോൾ കടകളിൽ ലഭിക്കുന്ന വസ്തുക്കളൊക്കെ ലാഭക്കൊതി മൂത്ത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി മാത്രം നിർമ്മിക്കുന്നവയാണ്. പലതിലും നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുവാനും ആ ഉൽപ്പന്നങ്ങളുടെ അടിമയാക്കാനും ഗുരുതരമായ രോഗങ്ങൾക്ക് പോലും കാരണമായ വസ്തുക്കളാണ് ചേർക്കുന്നത്. ഇവയൊന്നും നാം വാങ്ങി കഴിച്ചുകൂടാ. നാം പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങേണ്ടതുണ്ട്. നിങ്ങൾക്കിതാ ഞാൻ പ്രകൃതിയിലെ ഐസ്ക്രീമും ചോക്ലേറ്റും തരുന്നു. എന്റെ പുറത്ത് കയറിക്കോ. ഹായ്. നല്ല രസമുണ്ടല്ലേ? കഴിച്ചോളൂ, വേണ്ടത്ര കഴിച്ചോളൂ. ഇതൊന്നും പോരെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പറയാം. എനിക്ക് മതിയായി. എനിക്കും മതിയായി. ഇഷ്ടം പോലെ കഴിച്ചില്ലേ? മതിയായെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. എങ്ങോട്ടാ ഇത്ര രാവിലെ തന്നെ? നിങ്ങൾക്ക് രണ്ടാക്കും ലീവാക്കിക്കൂടായിരുന്നോ? ഓ, അതെന്തിനാ ലീവാക്കുന്നത്? ലീവാക്കിയാൽ കളിച്ചു നടന്നൂടെ? കളി മാത്രമായാൽ പോരല്ലോ, ഇത്രയൊക്കെ പഠിക്കാൻ വേണല്ലോ. ഓ, എങ്കിൽ നിങ്ങൾ അങ്ങനെ എന്റെ സ്കൂളിൽ പഠിക്കണ്ട. ഓ, ഒരു പഠിപ്പിസ്റ്റുകളെ അല്ല. പിന്നെ ഞങ്ങൾ അന്തസ്സായി ഫീസ് കൊടുത്താ പഠിക്കുന്നേ. ഓ, ഫീസ് ആർക്ക് വേണം? എന്റെ ഒക്കെ ഫീസ്. പാച്ചു, നീ വഴിമാറ്, ഞങ്ങൾക്ക് സ്കൂളിൽ പോണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? പാച്ചുവിനെ പേടിപ്പിക്കുന്നു. നീ വാ, നമുക്ക് പോവാം. ഇനി നീ എങ്ങനെ സ്കൂളിൽ പോകും? നീ എന്താ കരയാത്തെ? ഞാനല്ല, നീയാണ് കരയാൻ പോകുന്നത്. കണ്ടോ? എന്നാ കാണട്ടെ. ഓം ഗ്രീം തത് സ്വാഹ തകിടം പകിടം പുറത്തു വാ.
കാണിച്ചു തരാം. എങ്ങനെയാണ് ഇതിന്റെ ഉടുപ്പിലെ മഷി വാങ്ങിയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. പ്ലീസ് എന്നെ വെറുതെ വിടണം. ഞാൻ ഇനി ആരെയും ഉപദ്രവിക്കില്ല. എന്നെ വെറുതെ വിടണം. അയ്യോ. ഉറപ്പാണോ? സത്യം. എങ്കിൽ തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ പാച്ചു. താങ്ക്സ് ചാത്താ. വെൽക്കം. യെസ് 98% വിജയം. കോസ്റ്റ്യൂം വാട്ടർ റെഡി. ഇനി 2% അതിന് മുത്ത് ധാരാളം മതി. ഓ ചാത്ത, നീ എന്നെ പിന്നെയും പറ്റിച്ചോ? സാരമില്ല, എനിക്ക് കോസ്റ്റ്യൂം വാട്ടർ മതി. ഇത് ഉപയോഗിച്ച് ഞാൻ വിജയം കൈക്കലാക്കും. നോക്കിക്കോ, ഞാൻ ഭൂമിയുടെ അധിപനാകുന്നത് നിനക്ക് കാണാം. വെയിറ്റ് ആൻഡ് സീ. ഞാൻ വിജയിച്ചു. ഇനി എന്നെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. ഞാൻ ഈ ഭൂമി മുടിക്കും. നീ കരുതിയിരുന്നോ കുട്ടിച്ചാത്ത?
100% വിജയിച്ചു. ഞാൻ ഭൂമിയുടെ രാജാവ്. ഭൂമി എന്റേത് മാത്രം. ഇപ്പോൾ കിട്ടിയ വാർത്ത. ലോകത്തെ നടുക്കുന്ന ഒരു വാർത്തയുമായി എക്സ് എന്നയാൾ അമേരിക്കൻ പ്രസിഡന്റിന് ഇമെയിൽ സന്ദേശം അയച്ചു. ഭൂമിയിലെ സകല ജലസ്രോതസ്സുകളും ഇല്ലാതാക്കാൻ കഴിയുന്ന കോസ്റ്റ്യം വാട്ടർ താൻ വികസിപ്പിച്ചെടുത്തെന്നും ഭൂമിയിലെ സകല ജീവജാലങ്ങളും ജലത്തിനു വേണ്ടി വലയുമെന്നും കൊടിയ നാശത്തിന് കാരണമാവുമെന്നും ഉള്ളതാണ് സന്ദേശം. ഇയാൾക്കു വേണ്ടി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾ ആരാണെന്നും എവിടെയാണെന്നും കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ലോകം ഇന്ന് ഇയാളുടെ ഭീതിയിലാണ്. രാഷ്ട്രത്തലവന്മാരുടെ അടിയന്തര യോഗം വിളിച്ചുകൂട്ടുകയാണ് അമേരിക്ക. ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. ഓ മൈ ഗോഡ്, ഈ എക്സ് ആരാണാവോ? സംശയിക്കേണ്ട, ഇത് അയാൾ തന്നെ, പ്രൊഫസർ ബഗ്ഗ. ഇയാളെ വെറുതെ വിടരുത്. വാ, നമുക്ക് ചാത്തനെ വിളിക്കാം. ഓം ഗ്രീം തത് സ്വാഹ, തകിടം പകിടം പുറത്തു വാ. കുട്ടിച്ചാത്ത, നമ്മൾ ഒമേഗാറ്റിനസ് എന്ന ഒരു ചെറിയ ഗ്രഹത്തിലേക്കാണ്. അവിടെയാണ് ബഗ്ഗയുടെ ബഹിരാകാശ താവളം. അപ്പോൾ അവിടെ നിന്നായിരിക്കും അയാൾ നമ്മുടെ ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നത്, അല്ലേ? അതെ, നീ പറഞ്ഞത് ശരിയാണ്. അവിടെയാണ് ബഗ്ഗയുടെ താവളം. ഭൂമിയിൽ നിന്നും അയാളെ കണ്ടെത്തുക പ്രയാസം. നാം നല്ലവണ്ണം കരുതണം. നമ്മൾ എത്തിയത് അയാൾ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. മിസ്റ്റർ പ്രസിഡന്റ്, എനിക്ക് $100 ട്രില്യൺ വേണം. അല്ലെങ്കിൽ ഞാൻ ഭൂമിയിലെ കുടിവെള്ളം മുഴുവൻ വറ്റിക്കും. അര ബോട്ടിൽ കോസ്റ്റ്യം വാട്ടർ മതി ഭൂമിയിലെ വെള്ളം വറ്റിക്കുവാൻ. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ? എന്തു പറയുന്നു?
ഡോൺ വറി മിസ്റ്റർ എക്സ്, നിങ്ങൾ അവിവേകം കാട്ടരുത്. ഞങ്ങളുടെ ചേംബർ കൂടട്ടെ. നിങ്ങൾ പറയുന്നത് സ്വീകരിക്കുന്നു. പ്ലീസ്, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ തരുന്നതായിരിക്കും. ഒരു സാമ്പിൾ റോക്കറ്റ് ഞാനിപ്പോ ഭൂമിയിലേക്ക് അയക്കുന്നു. ഒരു നദി ഇല്ലാതാവുമ്പോൾ നിങ്ങൾക്ക് എന്റെ ശക്തി അറിയാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഭൂമിയിലെ നദികളെല്ലാം ഞാൻ ഇല്ലാതാക്കും. നെവർ ഡു ദാറ്റ്. ഞങ്ങൾക്ക് കുറച്ച് സാവകാശം തരണം പ്ലീസ്. ചാത്ത, നമ്മുടെ ഭൂമിയെ നമുക്ക് സംരക്ഷിക്കണം. എന്തെങ്കിലും ചെയ്യണം. അതേ ചാത്ത, നമ്മുടെ ഭൂമിക്ക് ഒരു പൂറൽ പോലും ഏൽക്കാൻ പാടില്ല. നിങ്ങൾ പേടിക്കേണ്ട, എന്ത് നടക്കുമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ധൈര്യമായിരിക്കും. അതെ, ഇത് മതി. എൽ സുപ്പീരിയർ, ഇതിനെ ആദ്യം ഇല്ലാതാക്കാം. ഞാൻ വേഗം ചെന്ന് ഭൂമിയിലേക്ക് മെസ്സേജ് ചെയ്യട്ടെ. ശരി, പോപ്പി അതിലേ പോ. നമുക്ക് ഇതിലേ പോകാം. കമോൺ. ഹലോ കൺട്രോൾ റൂം, മിസ്റ്റർ പ്രസിഡന്റിനെ കണക്ട് ചെയ്യൂ വേഗം പ്ലീസ്. മിസ്റ്റർ പ്രസിഡന്റ്, ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത് ഒമേഗാറ്റിനസ് എന്നൊരു വിദൂര ചെറുഗ്രഹത്തിൽ നിന്നാണ്. ഇവിടെയാണ് മിസ്റ്റർ എക്സ് ഉള്ളത്. പ്രൊഫസർ ബെഗ എന്നാണ് അയാളുടെ പേര്. താങ്കളോട് ആവശ്യപ്പെട്ട ദ്രവ്യം താങ്കൾ ഉണ്ടാക്കേണ്ടി വരില്ല. അയാളെ ഉടൻ കീഴ്പ്പെടുത്തി ഞാൻ ഭൂമിയിലേക്ക് തിരിക്കും. നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെ ഒമാഗാറ്റിനസിലെത്തി? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നു. You don't worry about that, മിസ്റ്റർ പ്രസിഡന്റ്. എല്ലാം ഞങ്ങൾ വന്നതിന് ശേഷം പറയാം. വിശദീകരിക്കാൻ ഒട്ടും സമയമില്ല. എല്ലാം അവിടെ എത്താൻ സാധിച്ചാൽ മാത്രം. താങ്ക്സ് ഓവർ. അവന്മാരൊന്ന് അറിയട്ടെ ഈ ഞാൻ ആരാണെന്ന്. ഞാനിപ്പോ വരാം. എനിക്കെന്ത് പറ്റി? എവിടെയാ പിഴച്ചത്? ബഗ്ഗ, നീ നമ്മുടെ ഭൂമിയെ നശിപ്പിക്കാൻ നോക്കിയല്ലേ? നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ എത്തി? അതെ, കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്ത, എല്ലാം നിന്റെ പണിയാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇല്ല ബഗ, അവനെ നീ ഒന്നും ചെയ്യില്ല. നമുക്ക് ഭൂമി ഒന്നേയുള്ളൂ. നിന്നെ പോലുള്ളവരിൽ നിന്നും ആ മാതാവ് ഒരുപാട് സഹിച്ചു. ഇപ്പോൾ സഹിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരെയും നശിപ്പിച്ചിട്ട് നീ എന്താണ് നേടുക? ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. നിർത്തടാ നിന്റെ പ്രസംഗം. എന്നെ ഉപദേശിക്കാൻ മാത്രം നിങ്ങൾ ആരും വളർന്നിട്ടില്ല. നിങ്ങൾ ഇവിടെ നിന്നും കടക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്റെ കഴിവ് എത്രയാണെന്ന് നിനക്ക് ഇനിയും അറിയില്ല.